യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ആനന്ദദായകം നിന്നുടെ വദനം, ആനന്ദദായകം നിന്നുടെ വദനം, നിൻ തിരുമൊഴികൾ മനസ്സിനു മധുരം. യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്വീറ്റ് ഫ്രണ്ട്സ്. ഒരു പുലരി കൂടെ ദൈവം നമ്മളുടെ മുൻപിൽ വച്ച് നീട്ടുന്ന ഈ നേരത്ത് സന്തോഷത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും കൃപകളാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും സ്വസ്ഥമായ ഒരവസ്ഥ നമുക്ക് തിരഞ്ഞെടുക്കാം. കുളി കഴിഞ്ഞ് ശരീരം ശുദ്ധിയാകുന്നത് പോലെ ഈ പുലരിയിൽ എൻ്റെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയട്ടെ. കുളി കഴിയുമ്പോൾ ഒരാളുടെ ശരീരം എത്രത്തോളം ശുദ്ധിയാകുന്നു, ശരീരത്തിലുള്ള മാലിന്യങ്ങൾ എത്രത്തോളം മാറി പെർഫെക്റ്റ് ബോഡിയായിട്ട് തീരുന്നു, അതുപോലെ എൻ്റെ ആത്മാവ് ഈ പുലരിയിൽ ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുലരിയിൽ ഞാൻ അറിയുന്ന യാഥാർത്ഥ്യം ഇപ്രകാരമാണ്: ദൈവം സാധ്യതകളുടെ ഒരു സൂര്യനെ എനിക്ക് മുൻപിൽ നൽകുന്നു. എല്ലാ വഴികളും അടഞ്ഞുപോയ നിനക്ക് സ്വർഗം ഒരു സാധ്യതയുടെ ഒരു പുതിയ വാതിൽ തുറന്നു തരുന്ന ഒരു പുലരിയാണിത്. എല്ലാ വഴികളും അടഞ്ഞുപോയ, എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ, എല്ലാ സൗഹൃദങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്തിയ ഒരു രാത്രിയിലായിരുന്നു നീ ഉറങ്ങിയിരുന്നതെങ്കിൽ, നിന്റെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ മാലിന്യങ്ങൾ കൂമ്പാരമായി നിക്ഷേപിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഈ പുലരിയിൽ നിനക്ക് ഒരു സാധ്യതയുടെ തിരിനാളം നിന്റെ ദൈവമായ കർത്താവ് വെച്ച് നീട്ടുന്നത് നീ തിരിച്ചറിയും. സാധ്യതകളുടെ ഒരു നല്ല ലോകം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ മുമ്പിൽ പകച്ചു നിന്നതുപോലെ, തിരിഞ്ഞോടാൻ പറ്റാത്ത രീതിയിലുള്ള ശത്രു സൈന്യങ്ങൾ പാളയം കെട്ടി നിന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഇസ്രായേൽ പെട്ടുപോയതുപോലെ, ഒരടി മുന്നോട്ട് വെച്ചാൽ വീഴാൻ പോകുന്നത് ആഴിയുടെ ആഴത്തിലേക്കാണെന്ന് അറിയുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന പേടി പോലെ, ഇന്നലെ രാത്രി വരെ കടലിനും ശത്രുക്കൾക്കും മുൻപിൽ പകച്ചു നിന്ന നിനക്ക് നിന്റെ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴി ഈ പുലരിയിൽ തുറന്നു തരുന്നത് അനുഭവിക്കുക. ഇസ്രായേൽ മക്കൾ പുലരിയിൽ ധ്യാനിച്ചപ്പോൾ, ഞങ്ങൾക്കിനി എങ്ങനെ മറുകര കടക്കാനാകും, ഞങ്ങൾക്ക് മുൻപിൽ ഇനി കാനാൻ ദേശം ഇല്ലെന്ന് വിതുമ്പിയ നേരത്ത് അവർ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ
തിരിഞ്ഞു നോക്കി ജീവിതം നിരാശ മാത്രമാണെന്ന് ചിന്തിച്ച അവസ്ഥയിൽ നിന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ അവരെല്ലാം മറന്ന് പ്രാർത്ഥിച്ച ഒരു പുലരിയിൽ ദൈവമായ കർത്താവ് അവർക്ക് ഒരു പുതിയ ഒരു വഴി തുറന്നു കൊടുത്തു. ചെങ്കടലിൻ്റെ നടുവിലൂടെ കടന്നു പോകാനുള്ള ഒരു വഴി. ചെങ്കടലിൻ്റെ നടുവിലൂടെ കടന്നു പോകാനുള്ള ഒരു വഴി. മാനുഷികമായി ചിന്തിച്ചാൽ കടൽ മനുഷ്യനെ എടുക്കുന്നത് നമുക്കറിയാം. കടലിൽ പെട്ടുപോയാൽ കടൽ തിരമാലകൾ നമ്മളെ കടലിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി നമ്മളുടെ ജീവന് ഹാനിയാകുന്നത് നമുക്കറിയാം. പക്ഷേ ഇന്ന് ഈ പുലരിയിൽ കർത്താവ് നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, നമ്മളുടെ ചിന്താഗതിയിലേക്ക്, നമ്മളുടെ ആത്മാവിലേക്ക് ഒരു നല്ല ബോധ്യത്തിൻ്റെ തിരി തെളിക്കുന്നത് അനുഭവിക്കട്ടെ. സർവപ്രതീക്ഷകളും അസ്തമിച്ചു പോയവർക്ക്, ഇനി വഴിയറിയാതെ വിതുമ്പി നിന്നവർക്ക് ചെങ്കടൽ പകുത്തു മാറ്റുന്ന, ശത്രു സൈന്യം നിന്റെ മുമ്പിൽ തോറ്റ് തുന്നം പാടുന്ന ഒരു വഴി നിനക്ക് അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ വലിയ പ്രത്യാശയോട് കൂടെയാണ് നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് ശാന്തമാവാം. നമ്മളുടെ ശരീരത്തിലുള്ള, നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ബോധത്തിലേക്ക് കടന്നു വരാം. തിങ്ക് അബൌട്ട് യുവർ സോൾ. ഓൺലി തിങ്ക് അബൌട്ട് യുവർ സോൾ. തിങ്ക് അബൌട്ട് യുവർ സോൾ. ആത്മാവിൻ്റെ വ്യാകുലങ്ങൾ ഇന്ന് ഈ പുലരിയിൽ നിർമാർജനം ചെയ്യപ്പെടുന്നു. ഒരു പ്യുവർ സോളായി ഞാൻ രൂപാന്തരപ്പെടുന്നു. ഒരു പ്യുവർ സോളായി ഞാൻ രൂപാന്തരപ്പെടുന്നു. ഇരുള് പരന്ന ആത്മാവല്ല ഞാൻ. വെളിച്ചം ലഭിച്ച ദൈവത്തിൻ്റെ ചൈതന്യമാണ് ഞാൻ. ഇരുള് പടർന്ന, കുഴിയിൽ വീണ ആത്മാവല്ല ഞാൻ. വെളിച്ചം ലഭിച്ച, ചൈതന്യം നിറഞ്ഞ, എല്ലാ ശക്തികളും അന്തർലീനമായ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ. ഒരു വിത്തിൻ്റെ ഉള്ളിൽ എത്ര സാധ്യതകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഉള്ളിലെ ഒരു കുഞ്ഞു കുരു പോലെ, വിത്തിൻ്റെ ഉള്ളിലെ സാധ്യത പോലെയാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ സാധ്യതകൾ തെളിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ സാധ്യതകൾ തെളിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഈ പുലരിയിൽ എൻ്റെ വഴികൾ ഇപ്പോൾ തണൽ വിരിച്ച് പൂക്കളാൽ അലങ്കരിച്ച സൗഹൃദവും സാഹോദര്യവുമെല്ലാം കൈകോർത്ത് നിൽക്കുന്ന ഒരു പുലരി, ഒരു നല്ല വഴി ഞാൻ കാണുന്നു.
ഇസ്രായേൽ ജനം കാനാൻ ദേശം കണ്ടതുപോലെ കാനാൻ ദേശത്തെത്താനാകുമോ എന്ന ചിന്തയിൽ കഴിഞ്ഞ അവരുടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിലുണ്ടായിരുന്ന മനസ്സല്ല എൻ്റേത്. കാനാൻ ദേശത്തിൻ്റെ അടുത്ത് നിന്ന് കാനാൻ ദേശത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്ന ഇസ്രായേൽ മക്കളുടെ മനസ്സാണ് ഇപ്പോൾ എൻ്റേത്. മനസ്സിൽ ഇപ്പോൾ ഇപ്രകാരം ചിന്തിക്കട്ടെ. നീ നിന്റെ മനസ്സിനോട്, നിന്റെ ആത്മാവിനോട് ഇപ്പോൾ പറ, ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ ഒന്ന് പുഞ്ചിരിക്കാനോ കഴിയാത്ത നിരാശപ്പെട്ട ഇരുളനുഭവങ്ങളുടെ ഇസ്രായേൽ ജനതയല്ല ഞാൻ. പിന്നെയോ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടിയ, ദൈവം തുറന്നുകൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ അൺബിലീവബിളായ കാഴ്ചകൾ കണ്ട, കാനാൻ ദേശത്തിൻ്റെ നിറച്ചാർത്ത് കൺമുമ്പിൽ കണ്ട ഇസ്രായേലാണ് ഞാൻ. കൺമുമ്പിൽ ഇപ്പോൾ തേനും പാലും ഒഴുകുന്ന ഒരു ദേശമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാധ്യത ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത്രയും ആനന്ദമുള്ള സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തമ്പുരാൻ കർത്താവ് ഒരുക്കിയത് എന്ന്. They never think. അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഇങ്ങനെയൊരു നല്ല നാൾ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. കുഞ്ഞെ, ഈ പുലരി നിന്നോട് പങ്കുവെക്കുന്നു. നീ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് യാത്ര ചെയ്താൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ കിടന്ന അനുഭവമല്ല നിനക്ക് ലഭിക്കുക. കാനാൻ ദേശം സ്വന്തമാക്കിയ ഇസ്രായേൽ ജനത പോലെയായി നീ മാറും. അമ്മ ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത് കാണട്ടെ. അടുത്ത് പരിശുദ്ധ അമ്മ ഇന്ന് ചേർന്ന് നമ്മളോട് നിൽക്കുന്നത് കാണട്ടെ. അമ്മേ, നിന്റെ പേര് പോലെ മനോഹരമായ മറ്റ് നാമങ്ങളില്ല. പരിശുദ്ധ അമ്മയോടിപ്പോൾ ഈശോയെ നമുക്ക് ചോദിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഉണ്ണിമിശിഹായുണ്ട്. അമ്മയുടെ കരങ്ങളിലുള്ള ഉണ്ണീശോയെ എനിക്ക് താ എന്ന് പറ. അമ്മയുടെ കയ്യിൽ, അമ്മയുടെ മാറിൽ മയങ്ങുന്ന ഉണ്ണിമിശിഹായെ എനിക്ക് മാറിൽ ചേർക്കാൻ കൊതിയുണ്ട് എന്ന് പറയും. അമ്മ നിന്നോട് പറയുകയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ, കുറച്ചുകൂടെ നീ കാത്തിരുന്നാൽ എൻ്റെ മകനെ നിനക്ക് ഞാൻ നൽകും. ധ്യാനത്തിൻ്റെ സമാപന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്മയുടെ കരങ്ങളിലുള്ള ഉണ്ണീശോയെ അടുത്ത ദിവസങ്ങളിൽ ലഭിച്ച്
അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതോടു കൂടെയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഇങ്ങനെ ഗൈഡഡായിട്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. ഓരോരുത്തരും ദിവസവും ഈ ദിവസങ്ങളിൽ കേട്ട ഈ 15, 18 ദിവസങ്ങൾ, 20ഓളം ദിവസങ്ങളിൽ കേട്ട ധ്യാന വിചാരങ്ങൾ തന്നെ അത് റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങാം. ഇപ്പോൾ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ സാധ്യതയുടെ ഒരു ലോകത്തിലേക്ക് പോകുന്നത് മനസ്സിൽ കാണട്ടെ. അമ്മയെ വിളിച്ചാൽ ഉടനെ അമ്മയുടെ സ്നേഹിതരടുത്തെത്തും. അമ്മയുടെ ഏറ്റവും വലിയ സ്നേഹിതരാണ് വിശുദ്ധര്. എല്ലാ വിശുദ്ധരും ഇപ്പോൾ നമ്മളുടെ, പ്രത്യേകിച്ച് മാക്സിമിലിയൻ കോൾബെയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ വലിയ മാധ്യസ്ഥത്തോടു കൂടെയാണെന്ന് ഈ മെഡിറ്റേഷനിൽ നമ്മളായിരിക്കുന്നത്. ഈ മെഡിറ്റേഷൻ ലീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ വ്യക്തികളുടെയും അടുത്തേക്ക് വഴി തുറന്ന്, നമുക്കറിയാം കാട് പിടിച്ച വഴി, അത് വെട്ടിത്തെളിക്കാൻ നമുക്കൊരു ഉപകരണം വേണം. നമ്മളെങ്ങനെ കൈകൊണ്ട് വെട്ടിമാറ്റിയാലും ചില ചെടികളോ ചില മുള്ളനുഭവങ്ങളോ മാറില്ല. ചില വെട്ടിയൊരുക്കാൻ വേണ്ടിയിട്ട് ചില ആയുധങ്ങൾ വേണം. പരിശുദ്ധ അമ്മ പറയാണ്, ജപമാല ആയുധമായി നീ വെക്കുമ്പോൾ, വിശുദ്ധര് നിന്റെ ആയുധമായിട്ട് തീരുമ്പോൾ, പിന്നെ നിന്റെ വഴിയിലുള്ള എല്ലാ ദുർഘടമായ വഴികളും എല്ലാ മുള്ള് അനുഭവങ്ങളും മാറും. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ അമ്മ ത്രേസ്യ എല്ലാം ഇപ്പോൾ നമ്മളുടെ കൂടെ വരുന്നത് ഓർക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് ഇസ്രായേൽ മക്കൾ കണ്ട തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരനുഭൂതി, ഒരു നല്ല സാധ്യതയുടെ നിറവ് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. പതിയെ പരിശുദ്ധ മറിയത്തിൻ്റെ കരം പിടിച്ച് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെയും സകല വൃന്ദം മാലാഖമാരുടെയും അകമ്പടിയോടുകൂടെ ഞാൻ നടന്ന് എൻ്റെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം മാറിപ്പോകുന്ന ഈ സമയത്ത് എല്ലാ പ്രതിബന്ധങ്ങളുടെയും അവസ്ഥകൾ മാറി, വിയർപ്പില്ല, മുള്ളനുഭവങ്ങളില്ലാത്ത ഒരു ശാന്തസുന്ദരമായ ഒരു പുലരിയിൽ ഞാൻ ആയിരിക്കുന്നു. ഐ ആം റിലാക്സിങ് മൈസെൽഫ്. ഞാനിപ്പോൾ തേനും പാലും ഒഴുകുന്ന ദേശത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയുടെ അടുത്തെത്തിയിരിക്കുന്നു. അവിടെ എൻ്റെ സാധ്യതകൾ തുടങ്ങുകയായി. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും എന്നെ കാത്ത് നിൽക്കുന്നു. എൻ്റെ ആത്മാവ് ഇരുണ്ട രാത്രികളിൽ നിന്ന് മാറി വെളിച്ചത്തിൻ്റെ പുലരിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഏതാനും സമയം കാനാൻ ദേശത്തെത്തിയ ഒരു കുഞ്ഞിനെ പോലെ നിശബ്ദമായി ധ്യാനിക്കട്ടെ. സാധിക്കുമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഈ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ്, കാനാൻ ദേശത്തെത്തിയ ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ നീ ആയിരിക്കെ. മറ്റൊരു ചിന്തയും നിന്നെ ബാധിക്കാതിരിക്കട്ടെ. ധ്യാനത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ആശംസിക്കുന്നു. ആമേൻ.